കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ ഉദ്ഘാടന മത്സരത്തിൽ ബൗളർമാർ കരുത്തു കാട്ടിയപ്പോൾ ഒടുവിൽ ബാറ്റ് കൊണ്ടും ഹീറോ ആയത് രണ്ട് ബൗളർമാർ തന്നെ. കാലിക്കറ്റ് ബിജു നാരായണനും ഏതൻ ആപ്പിൾ ടോമും പുറത്തെടുത്ത മാസ്മരിക ബാറ്റിംഗ് പ്രകടനത്തിന്റെ ബലത്തിൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായി ഏരീസ് കൊല്ലം സെയിലേഴ്സിന് വിജയ തുടക്കം. പൊരുതി കളിച്ച കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെ ഒരു വിക്കറ്റിനാണ് കൊല്ലം വീഴ്ത്തിയത്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിന് 18 ഓവറിൽ 138 റൺസ് എടുക്കാനായുള്ളൂ. താരതമ്യേന ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എടുത്ത ഏരീസ് കൊല്ലം സെയിലേഴ്സിന് അവസാന ഓവർ വരെ തോൽവിയുടെ വക്കായിരുന്നെങ്കിലും ഒറ്റ വിക്കറ്റ് ബാക്കി നിൽക്കെ അവസാന ഓവറിൽ ബിജു നാരായണൻ നേടിയ ഇരട്ട സിക്സറിന്റെ ബലത്തിൽ വിജയത്തിലെത്തി. 19-ാം ഓവറിൽ ഏതൻ ആപ്പിൾ ടോം നേടിയ സിക്സറും നിർണായകമായി. പിരിയാതെ 10-ാം വിക്കറ്റിൽ ഇരുവരും 13 പന്തിൽ 24 റൺസ് കൂട്ടിച്ചേർത്താണ് കൊല്ലത്തെ വിജയത്തിലെത്തിച്ചത്. ബിജു നാരായണൻ 7 പന്തിൽ 2 സിക്സർ സഹിതം 15 റൺസോടെയും ഏതൻ ആപ്പിൾ ടോം 6 പന്തിൽ 1 സിക്സർ സഹിതം 10 റൺസോടെയും പുറത്താകാതെ നിന്നു. 31 പന്തിൽ 1 ഫോറും 2 സിക്സും സഹിതം 41 റൺസ് എടുത്ത വത്സൽ ഗോവിന്ദാണ് കൊല്ലത്തിന്റെ ടോപ്പ് സ്കോറർ. സച്ചിൻ ബേബി 21 പന്തിൽ 4 ഫോർ അടക്കം 24 റൺസ് നേടി. വിഷ്ണു വിനോദിന് റൺസ് ഒന്നും എടുക്കാനായില്ല. 4 ഓവറിൽ 14 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് എടുത്ത അഖിൽ സക്രിയയാണ് കാലിക്കറ്റിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനായി ക്യാപ്റ്റൻ രോഹിൻ കുന്നുമ്മൽ അർദ്ധ സെഞ്ചുറിയുമായി മികച്ച തുടക്കം നൽകി. എന്നാൽ പിന്നീട് വന്ന ആർക്കും അധികം റൺസ് നേടാനായില്ല. കൊല്ലത്തിനായി 3 ഓവറിൽ 16 റൺസ് വഴങ്ങി 4 വിക്കറ്റ് പിഴുത ഷറഫുദ്ദീനാണ് കാലിക്കറ്റിനെ തകർത്തത്.